ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭരണഘടനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നതിനോടൊപ്പം അത് നോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നോട്ടായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ജസ്റ്റ് എഴുതിക്കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേരുകളൊക്കെ പരിചയപ്പെട്ടിരുന്നു അല്ലേ, പേരുകളൊക്കെ പഠിച്ചിരുന്നു. സച്ചിദാനന്ദ സിൻഹ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഫ്രാങ്ക് ആൻ്റണി ആരായിരുന്നു? താൽക്കാലിക ഉപാധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു അല്ലേ. എന്നാൽ അത് തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. ഉപാധ്യക്ഷന്മാരായിരുന്നു HC മുഖർജിയും VT കൃഷ്ണമാചാരി. രണ്ടുപേരും ഉപാധ്യക്ഷന്മാരായിരുന്നു. അപ്പോൾ ഇത്രയും പേരുകൾ, ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം എന്നാണത്? 1946 ഡിസംബർ 9 അല്ലേ. അന്നത്തെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയത് ആരായിരുന്നു? അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരായിരുന്നു? അന്നത്തെ INCയുടെ പ്രസിഡൻ്റായിരുന്ന JB കൃപലാനി ആയിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അല്ലേ. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികളുണ്ട്, പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. അതുപോലെ തന്നെ കുറച്ച് ഡേറ്റും കാര്യങ്ങളും ഒക്കെ, കുറച്ച് തീയതികളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട് ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ട് ഒട്ടനേകം കമ്മിറ്റികൾ വന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതിൻ്റെ അധ്യക്ഷന്മാരാരായിരുന്നു അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതെങ്കിലും ജസ്റ്റ് നന്നായി മനസ്സിലാക്കി കേട്ട് അതൊരു നോട്ട് പോലെ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കമ്മിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, ഇതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഇതിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി. റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി, ഇതിൻ്റെ എല്ലാത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അപ്പോൾ ഇത് 2-3 തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. അതുപോലെ തന്നെ ലാംഗ്വേജ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മോട്ടൂരി സത്യനാരായണ. അപ്പോൾ ശരിക്കും ഒന്നുകൂടെ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഇതൊന്ന് എഴുതി ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുപോലെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഏതൊക്കെ കമ്മിറ്റികളുണ്ട്, യൂണിയൻ, സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുക. യൂണിയൻ കമ്മിറ്റി, സ്റ്റേറ്റ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് പവർ കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി, അങ്ങനെ യൂണിയൻ, സ്റ്റേറ്റ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുക. അതുപോലെ തന്നെ ലാംഗ്വേജ് കമ്മിറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞു. പിന്നെയുള്ളത് റൂൾസ്, പ്രൊസീജിയർ, സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു അധ്യക്ഷൻ്റെ ഒരു കയ്യിലാണ് റൂൾസും പ്രൊസീജിയറും എന്നൊക്കെ ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ഥിര അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദിനെ ഓർമ്മ വരും, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഓർമ്മ വരും. അതുപോലെ തന്നെ ലാംഗ്വേജ് കമ്മിറ്റി, ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റി ആരാണ്? സർദാർ വല്ലഭായ്
പട്ടേൽ. അതിൻ്റെ തന്നെ സബ് കമ്മിറ്റി ഉണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനൊരു സബ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ മൈനോറിറ്റീസിനൊരു സബ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സബ് കമ്മിറ്റിയുടെ ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനിയും മൈനോറിറ്റീസിൻ്റെ HC മുഖർജി. അങ്ങനെ ഓർത്തിരിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. ഏതാണ്? കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 7 പേരാണ്. ആ 7 പേരുടെയും പേരുകൾ ജസ്റ്റ് നന്നായി മനസ്സിലാക്കിയിരിക്കണം. എങ്കിലാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അധ്യക്ഷൻ BR അംബേദ്കർ ആയിരുന്നു. പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, BL മിത്തർ, മുഹമ്മദ് സാദുള്ള, DP ഖേത്താൻ. അപ്പോൾ അംബേദ്കർ, അയ്യർ, അയ്യങ്കാർ, മുൻഷി, മിത്തർ, സാദുള്ള, ഖേത്താൻ. എന്തെങ്കിലും ഒരു കോഡ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഓർത്തിരിക്കാം. 2-3 തവണ കേട്ടാൽ തന്നെ നന്നായിട്ട് ആ പേരുകൾ നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരും. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 നവംബർ 26-നാണ്. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്, എനാക്ട് ചെയ്തത്. നവംബർ 26 ഭരണഘടനാ ദിനം. അത് കൃത്യമായിട്ട് നവംബർ 26 ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഭരണഘടന പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എത്ര നാളെടുത്തു? ഭരണഘടന പൂർത്തിയാക്കാനായിട്ട് 2 വർഷം 11 മാസം 17 ദിവസമാണ് എടുത്തത്. ടോട്ടൽ 2 വർഷം 11 മാസം 17 ദിവസം. ആകെ 11 സമ്മേളനങ്ങൾ കൂടിയിട്ടാണ് 11 സമ്മേളനങ്ങളാണ് ഈ ഭരണഘടന പൂർത്തിയാക്കാനായിട്ട് വേണ്ടി വന്നത്. അതുപോലെ തന്നെ അവസാനത്തെ സമ്മേളനം എന്നായിരുന്നു? 1950 ജനുവരി 24-നായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനം. ഇനി ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചതാണെങ്കിൽ 1949 നവംബർ 26-നാണ്. അത് ഓർമ്മയുണ്ടല്ലോ, 1950 നവംബർ 26. അത് നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് പേരുകളൂടെ പഠിക്കണം. പ്രേം ബിഹാരി നരേൻ റൈസാദ് ആരാണ്? ഈ പേര് കേട്ടിട്ടുണ്ടോ? ഭരണഘടനയുടെ കൈയെഴുത്ത് അല്ലേ, ഭരണഘടന എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈയെഴുത്ത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം ബിഹാരി നരേൻ റൈസാദ. വളരെ പ്രേമത്തോടെ സ്നേഹത്തോടെ എഴുതി, അങ്ങനെ ആലോചിക്കുക. ഇനി അതിൻ്റെ കവർ പേജ്, ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസ്. ആമുഖത്തിൻ്റെ കവർ പേജോ? ആമുഖത്തിൻ്റെ കവർ പേജ് ആരാണ് ഡിസൈൻ ചെയ്തത്? റാം മനോഹർ സിൻഹ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത് നന്ദലാൽ ബോസും ആമുഖത്തിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്തത്, മനോഹരമായി ഡിസൈൻ ചെയ്തത് ആമുഖം റാം മനോഹർ സിൻഹയുമാണ്. അതേസമയം കയ്യെഴുത്ത് എഴുതിയത് വളരെ പ്രേമത്തോടെ സ്നേഹത്തോടെ എഴുതി റാം ബിഹാരി നരേൻ. ഇത്രയും പേരുകളും കൂടെ ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് പാസ്സാവാനായിട്ട് പറ്റും. ഓൾ ദ ബെസ്റ്റ്.